വർക്കല ബീച്ചിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ട്, പക്ഷെ നല്ല ചൂടാണ്. നമ്മൾ വന്ന സമയം ഭയങ്കര ഒട്ട സമയമാണ്. നമുക്ക് താഴോട്ട് പോകാം. അപ്പം ഞാനും ബൈക്കിലും അമ്മ കാറിലുമാണ് വന്നത്. പോകാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് താഴോട്ട് പോകുന്ന വിഷ്വൽസ് കാണിച്ചു തരാം. ഗൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ്. ഇവിടെ നിറച്ച് കാറ്റും നല്ല തെങ്ങുകളൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ മെയിനായിട്ട് ആഫ്റ്റർനൂൺ വരാതിരിക്കാൻ ശ്രമിക്കുക. ഈവനിങ് വരണയാണ് ഇവിടെ ബെറ്റർ. നമ്മളിപ്പോൾ ആഫ്റ്റർനൂണാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ചെറുതായിട്ട് സൺലൈറ്റ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. നമുക്കിനി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. ഗൈസ് ഞാൻ വെയിലത്ത് നടന്ന് ക്ഷീണിച്ചു ഗൈസ്. നമുക്ക് ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഇവിടുത്തെ നല്ല നല്ല കഫേസൊക്കെ ഞാൻ കാണിച്ചു തരും. ഇവിടെ കൂടുതലും സീ ഫുഡാണ് ഗൈസ്. ഗൈസ് ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട് ഗൈസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് ഡ്രസ്സുകളും ഐറ്റംസും ഒക്കെയാണ് ഉള്ളത് ഗൈസ്. പക്ഷേ ഇത് ചെറുതായിട്ട് എക്സ്പെൻസീവ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് മെയിനായിട്ട് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടുത്തെ ഐറ്റംസ് എല്ലാം വളരെ യുണീക്കാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്ത് പർച്ചേസ് ചെയ്യാം. ഇതാണ് കഫേ 360. ഇവിടെ ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ടൈപ്പ് ഓഫ് സീ ഫുഡുകൾ കിട്ടും. ഗൈസ് ഇവിടെ ഒരുപാട് നല്ല ഫാൻസി ഷോപ്സ് ഒക്കെ ഉണ്ട്. ഗൈസ് ഈ റിസോർട്ടിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിൽ ടോപ്പ് എന്നാണ്. നമ്മളിവിടെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. ഗൈസ് ഇവിടെ ഒരുപാട് ബുക്ക് സ്റ്റോൾസ് ഉണ്ട്, ആയുർവേദിക് മസാജ് ഉണ്ട്, സ്പാ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളത് തന്നെ കഫേസ് ആണ് ഗൈസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷോപ്സ് ആണുള്ളത് ഗൈസ്. ഈ ഷോപ്സിൻ്റെ ഓപ്പോസിറ്റ് നല്ല ബീച്ച് വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് എത്ര നടന്നാലും ക്ഷീണമൊന്നും തോന്നത്തില്ല. ഇതാണ് ഹിൽവി റിസോർട്ട്. ഇവിടെ ബുക്കിംഗ് എല്ലാം ഓൺലൈൻ തന്നെയാണ്. ഇവിടെ നല്ല വൈബുള്ള റിസോർട്ടാണ് ഗൈസ് ഇത്. ഗൈസ് ഈ സ്ട്രീറ്റ് ഫുൾ കഫേസ് ആണ് ഗൈസ്. വീക്കെൻഡ്സിലൊക്കെ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ വരുമ്പോൾ നടക്കാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. പിന്നെ ഗൈസ് ഇവിടെ നടക്കുമ്പോഴാണെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് കാണാൻ പറ്റും. കഫേസ് മാത്രമല്ല, ഒരു റെസ്റ്റോറൻറ്റ്സും ഉണ്ട്.
ഗൈസ് ഇതൊരു സൂപ്പർ കഫേ ആണെന്നാണ് തോന്നുന്നത് ലുക്കൊക്കെ കണ്ടു. പക്ഷേ ഇവിടെ ഈ കഫേയുടെ പേര് എനിക്ക് അറിഞ്ഞു. ഗൈസ് ഇതാണ് അബ്ബ റെസ്റ്റോറൻറ്റ്. ഇതും ബീച്ച് വ്യൂയിലാണ് ഇരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് കഴിച്ചുകൊണ്ട് ബീച്ച് വ്യൂസ് കാണാം. ഗൈസ് ഇതാണ് വർക്കല ടൂറിസം ഇൻഫർമേഷൻ സെൻറ്റർ. ഗൈസ് ഫൈനലി അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോണ കഫേയിൽ എത്താറായിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഒരുപാട് നേരം നടന്നാണ് ഇവിടെ എത്താൻ പറ്റിയത്. ഈ ബീച്ചിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കഫേയാണ് ഗൈസ്. ഗൈസ് ഈ കഫേയിൽ നല്ല ലൈവ് ഫ്രഷ് ഫിഷ് ഒക്കെ കിട്ടും ഗൈസ്. പിന്നെ ഇവിടെ ഇരിക്കാൻ തന്നെ നല്ല വൈബാണ് ഗൈസ്. ഇത് ഞങ്ങളെ ലൂക്കോ വൈബ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഇവിടെ വന്നിരുന്ന് ബുക്സ് ഒക്കെ വാങ്ങിക്കാണല്ലോ. ഞാനങ്ങനെ ഒരു ബ്രോൺസ് ആണ് ഓർഡർ ചെയ്യിക്കുന്നത്. ഞാനത് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. വീഡിയോ കട്ട് ചെയ്യരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ചാൻസ് വാച്ചിങ്. ബൈ ബൈ.